ബോബി ചെമ്മണ്ണൂർ ജയിലിൽ കഴിയുന്നത് ഇതാദ്യമായൊന്നുമല്ല കേട്ടോ. നേരത്തെ തെലങ്കാന ജയിലിലും ബോബി കഴിഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ ജയിൽ ജീവിതം അറിയാനുള്ള ബോബിയുടെ ആഗ്രഹപ്രകാരം തെലങ്കാന സർക്കാരിന് അങ്ങോട്ട് പണം കൊടുത്താണ് ബോബി ജയിലിലെത്തിയത്. എന്നാൽ ഇപ്പോൾ യഥാർത്ഥ തടവുകാരനായി ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജയിലിൽ എത്തിക്കഴിഞ്ഞു. ശരിക്കും ജയിൽ ജീവിതം എന്താണെന്നറിയാനുള്ള അവസരം കൂടിയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് ലഭിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ബോബിയുടെ ഇപ്പോഴത്തെ ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കേരളം കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണെങ്കിലും, അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് എന്ന സിനിമ നടിയുമായിട്ടുള്ള ഒരു കോൺട്രവേഴ്സിയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ, കേരളം കാണുന്ന ഏറ്റവും വലിയ പ്രശ്നവും അതുതന്നെയാണ് ഇപ്പം. അല്ലാതെ വേറെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുണ്ട്, വിദ്യാഭ്യാസം അല്ലെങ്കിൽ രൂക്ഷമായിട്ടുള്ള ക്ഷാമം, അസുഖങ്ങൾ പടരുന്നു. ഇതൊന്നുമല്ല നോക്കാനുള്ള മെയിൻ കാര്യങ്ങൾ ഇതൊന്നുമല്ല. ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഇതാണ്. ഓക്കെ, അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. നമ്മളിപ്പോൾ കണ്ണ് തുറന്ന് നോക്കിയാൽ ഉടനെ കാണുന്ന ന്യൂസുകളെന്ന് പറഞ്ഞാൽ മെയിൻ ന്യൂസ് ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊരു അഭിപ്രായം പറയുക എന്നുള്ളതല്ല. പുള്ളി ഡബിൾ മീനിങ് പറഞ്ഞു എന്നുള്ളൊരു ഇതിലാണല്ലോ ഇപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളി അകത്ത് പോയിരിക്കുന്നത്. ശരിയാണ്, പുള്ളി ചെയ്ത് തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ തെറ്റാണ് എന്നുള്ളതാണല്ലോ പറയുന്നത്. കാരണം പുള്ളിക്കാരിക്ക് കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും പുള്ളി കേസെടുത്തു. ഓക്കെ, കാര്യങ്ങൾ അതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അവർക്ക് വിഷമം വന്നത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇതിപ്പോൾ വലിയ വാർത്തയാക്കി ചിത്രീകരിക്കാനും മാത്രം ഒന്നുമില്ല. ഇപ്പോൾ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞ പോലെ തന്നെ പുള്ളിക്കാരി ഒരു സിനിമ നടിയാണ്. നോർമലായിട്ടൊരു കേസ് കൊടുത്തു. ഓക്കെ, അത് ആ കേസിൻ്റെ സൈഡിലൂടെ പോവുക. ഇത്രയും കൊട്ടി ഘോഷിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ യുദ്ധം പ്രഖ്യാപിക്കാൻ പോകുന്നു ഇതിൻ്റെ ആവശ്യമില്ല. അവർക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം ചെയ്തു, അതിന് കേസെടുക്കുക തന്നെ വേണം. ഓക്കെ, അതതിൻ്റെ സൈഡിൽ കൂടെ പൊക്കോട്ടെ. പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താണ്? എല്ലാവരും ഉന്മൂലനം ചെയ്യും, ഇങ്ങനെയുള്ളവർ ഇനി പാടില്ല, ബാക്കിയുള്ളവർ ചെയ്യുന്നത് തെറ്റല്ല, മീൻസ് അങ്ങനത്തെ ബാക്കി എല്ലാവരും തെറ്റുകാരാണ് എന്നുള്ളൊരിതാണ്. അത് വീഡിയോസ് ഇടുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല, അത് കാണുന്ന ആൾക്കാർക്കാണ് ഇപ്പോൾ കുറ്റം എന്നുള്ള രീതിയിലാണ് വരുന്നത്. കമൻ്റ് ഇടുന്നവർക്കും കമൻറ്റ് നോക്കി തന്നെ ഇടുക. എല്ലാവരെയും അധിക്ഷേപിക്കാനുള്ള അവകാശം നമുക്ക് ആർക്കുമില്ല. പക്ഷെ നടക്കുന്നതെല്ലാം വേറെ തന്നെയാണ്. പീഡിപ്പിച്ചവരൊക്കെ സുഖമായിട്ട് നടക്കുന്നു. സിനിമ നടന്മാർ എത്രയോ പേരുണ്ട്, അവരെല്ലാം സുഖമായിട്ട് നടക്കുന്നു. അവരെ ഒന്നും അറസ്റ്റ് ചെയ്യാനുള്ള ത്വര നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇല്ല എന്നുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ സാധാരണക്കാരൻ ഒരാൾ ചെന്ന് കേസ് കൊടുത്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താലോ അതിനൊരു പ്രതിവിധിയോ അതിനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ ചെയ്യുന്നില്ല. സിനിമാ നടി എന്നുള്ളൊരു പരിഗണന, കാശുകാരൻ എന്നുള്ള പരിഗണന ബോച്ചയ്ക്ക് കൊടുത്തില്ലെങ്കിൽ ഇതാണ് പറയുന്നത്. അതായത് പണത്തിൻ്റെ ഹുങ്ക് ഞങ്ങളെ മാറ്റി കൊടുക്കും എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരനെ പറയുന്നത്. ഓക്കെ, നല്ലത്. പക്ഷേ സാധാരണക്കാരിയായിട്ട് തന്നെ നമ്മുടെ ഹണി റോസിനെ കണ്ടാൽ പോരെ? അവർക്ക് മാത്രം സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൊടുക്കുന്നത്? അവരൊരു സിനിമ നടിയാണ്, അവർ വിളിച്ച് പറഞ്ഞു, അപ്പം തന്നെ അതിനുള്ള ലീഗൽ ആക്ഷൻസ് എടുത്തു തുടങ്ങി. സാധാരണക്കാരന് ഇങ്ങനെയാണോ നീതി ലഭിക്കുന്നത്? അപ്പോൾ ഇരട്ടത്താപ്പുമായിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് കാര്യമില്ല. എല്ലാം ചിന്തിക്കണം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ സിമ്പിളായിട്ട് ഊരി പോരാം. അദ്ദേഹം ലീഗലായിട്ട് തന്നെ മൂവി ചെയ്യുന്നുണ്ട്. ജാമ്യം വേണമെന്ന് തന്നെ മീൻസ് ഒളിച്ചോടാതെ, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് ഫേസ് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ. ഇതിൻ്റെ വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. പുള്ളിക്കാരൻ ക്ഷമ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പുള്ളിയെ ന്യായീകരിക്കുന്നതല്ല കേട്ടോ, ഞാൻ പറയുകയാണ്. ഒരു പബ്ലിക് ഇമേജ് പുള്ളിക്ക് ഉണ്ടെന്ന് ഞാൻ പറയായിരുന്നു. ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡറാണ്. കുറേയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരിയും കൂടെ ആണ് അദ്ദേഹം. പിന്നെ ഇപ്പോൾ ഈ മോശമായ ഈ ഡബിൾ മീനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഷോട്ട് കാണാം. ഇത് നമ്മുടെ ട്രിവാൻഡ്രം ലോഡ്ജ് മൂവിയിലെ ഷോട്ടാണ്. അതായത് ജയസൂര്യ ഹണി റോസ് പറയുന്ന മറുപടിയാണ്. ഒരു മൂവിയിലൂടെ കൊടുക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഭയങ്കര ഉപകാരപ്രദമല്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ പോലും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ഒന്ന് നമ്മൾ അന്വേഷിക്കുക. നമ്മളും ഈ ഒരു ട്രെൻഡ് പിടിച്ച് ഡബിൾ മീനിങ് ഇഷ്ടമുള്ള സമയത്ത് ചെറുപ്പക്കാർക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ മൂവി ചെയ്തതും ആ ഡയലോഗുകൾ വിട്ടതും. അന്ന് അതെല്ലാം ആസ്വദിച്ചിട്ടും പണം കയ്യിൽ പറ്റി മൂവി ചെയ്ത് വാങ്ങിച്ചിട്ടും പിന്നീട് ഇങ്ങനെ നേരിട്ട് ലൈഫിലൊരു വരുമ്പോൾ ഒളിച്ചോടുകയോ ചെയ്യുന്നത്. അത് ബുദ്ധിമുട്ടാണ്, അവർക്ക് ഹരാസ്മെൻ്റായി തോന്നി. അപ്പോൾ ഇതെല്ലാം നോക്കേണ്ട കാര്യങ്ങളുള്ളൂ. ഓക്കെ, ബൈ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ചെയ്യുക. വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കമൻറ്റ്സ്.